ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എന്നെ മിസ് ചെയ്തായിരുന്നോ? ഇപ്പൊ കമന്റ് സെക്ഷനിൽ അറിയില്ല അല്ലെങ്കിൽ മനസ്സിൽ പറയണ ഇല്ലടി ഇല്ല സമാധാനം ഉണ്ട് അത് അതിന് നീ ഏതാന്ന്. അപ്പൊ ഞാൻ കൊറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ. എന്റെ അമ്മയാണോ എന്താ പറഞ്ഞ? എന്റെ അമ്മയാണോ? അപ്പൊ ഞാൻ കൊറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഷോർട്സ് സ്ഥിരമായിട്ട് ഇടാറുണ്ട്. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെ ഒരു മിസ്സിങ് ഫീൽ വരാറില്ല കേട്ടോ. കാരണം ഷോർട്സ് റെഗുലർ ആയിട്ട് ഇടുമ്പോൾ ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. എന്തായാലും നമ്മൾ വർത്താനൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഓണം സീരീസ് ആയിട്ട് അസ്വി മലയാളത്തിൽ നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടിരുന്നു. അപ്പൊ അങ്ങനെയും കൂടി ആയപ്പോ പിന്നെ ആ ഒരു ടച്ചും പോയിട്ടോ. അങ്ങനെ എന്തായാലും ഓണല്ലേ, ഓണായിട്ട് നമുക്കൊരു പുതിയ തുടക്കം കുറിക്കാം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ വിചാരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും വ്ളോഗ് ചെയ്തിടാം. ഞാൻ എനിക്കിങ്ങനെ വെച്ചാൽ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ മോർണിംഗ് റുട്ടീൻ എന്ന് വെച്ചാൽ മൊത്തം പക്ക മോർണിംഗ് റുട്ടീനായിട്ട്, അല്ലെങ്കിൽ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിൽ കറക്റ്റ് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെ നമുക്ക് ഇട്ട് ശീലമുള്ളൂല്ലോ. അതിന് പകരം നമുക്ക് കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സ് ആണെങ്കിലും ഇട്ടാലും അതൊരു ബേബി സ്റ്റെപ്പ് ആണല്ലോ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞാൽ ഞാനൊരു ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ പറയുന്നത് ഇവരാരുമില്ല, ഏട്ടനും ഇമ്മക്കുട്ടി ഇല്ല. ചേട്ടനും ഇമ്മക്കുട്ടി ഞാനും കൂടി വേറെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇല്ല ഏട്ടാ? ഏട്ടനാണ് അങ്ങനെ താല്പര്യമില്ലാത്തത്. പക്ഷെ ഇതിപ്പോ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഈ ഒരു സമയത്തായിരിക്കും ഞാൻ വിചാരിച്ചില്ല. എനിക്കൊരു ട്രിപ്പ് ഉണ്ട് എന്തായാലും. അപ്പൊ അതിനൊക്കെ വ്ളോഗൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇപ്പൊ വേണ്ട ബേബി ഇപ്പൊ ഓരോല്ലടാ. ഇപ്പൊ നമ്മളിപ്പോ തൃശ്ശൂരിൽ ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാവും, ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ. ഈ ഭാഗം ശക്തന്റെ ഭാഗമാണ്. അപ്പോ നമ്മള് വീട്ടിൽ നിന്ന് പോവാണ്, പാലക്കാട് പോവാ. ഓണം നമ്മള് പാലക്കാടാണ്. ഇതിപ്പോ ഇന്ന് ഉത്രാടാണ് കേട്ടോ, വൈകിട്ടാണ്. നാളെ തിരുവോണം. അപ്പൊ നമ്മള് തിരുവോണത്ത് നാളെ പാലക്കാടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് യൂഷ്വലി ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് തൃശ്ശൂർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പാലക്കാട്ടേക്ക് പോവുകയോ അല്ലെങ്കിൽ പാലക്കാട് നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വരെ പതിവുണ്ട്. പക്ഷെ ഞാനിപ്പോൾ എന്തായാലും തൃശ്ശൂരാണല്ലോ നിൽക്കണം എപ്പോഴും. പിന്നെ അമ്മയുടെ കൂടെ അത് മാത്രമല്ല ഇത്തവണ ഉണ്ണി ഉണ്ട് എന്തായാലും ഓണത്തിന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞങ്ങളെ അങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ വേണം, നമുക്ക് മൂന്നാൾക്കും കൂടി പാലക്കാട് എന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ അവിടെ നമ്മൾ പൂക്കളിടും അല്ലേ ബേബി? പൂക്കളിടും. അയ്യോടെ കുറച്ചും കൂടി പൂവുണ്ടായിരുന്നു, എടുത്തിട്ട് വരണമെന്ന് വിചാരിച്ചാട്ടോ. അത് മറന്നു. അത് ഞാൻ പറഞ്ഞേ. എന്തോ ഞാൻ മറന്നു എന്ന് പറഞ്ഞില്ലേ? കുറച്ച് ദിവസം മുമ്പ് കഴിച്ചാൽ അതിൽ നിന്ന് കുറച്ച് മൂന്ന് കൊടുത്തു വിട്ടത്. അതിന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. നമ്മുടെ ആ റൗണ്ടിന്റെ അവിടെ, റൗണ്ട് തേക്കുംകാട് മൈതാനത്തിന്റെ അവിടെ ഇങ്ങനെ ഇതുണ്ടാവില്ലേ, കുറെ പൂക്കളൊക്കെ വിൽക്കണം. പക്ഷെ എനിക്ക് അതിനെക്കാട്ടിലും ലാഭമായി തോന്നിയത് നമ്മുടെ സ്ഥിരം ഈ പാലസ് റോഡിന്റെ അവിടെയുള്ള വലിയ പൂക്കടയില് അവിടെ നിന്ന് മേടിക്കുമ്പോഴാണ്. അവിടെ ആകുമ്പോൾ 50 രൂപയ്ക്ക് അവർ കിറ്റ് തരും. ഇവിടെ തേക്കുംകാട് മൈതാനത്തിന് അവിടെ ആണെങ്കിൽ 100 രൂപയ്ക്ക് തന്നെ തരുള്ളൂ. അപ്പൊ നമ്മൾ അന്ന് 100 രൂപയ്ക്ക് കിറ്റ് മേടിച്ചിട്ടേ അത്ര ആവശ്യം വന്നില്ല. അപ്പോ പിന്നെ അതിന്റെ ബാക്കി ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഇമ്മക്കുട്ടിക്ക് അബാക്കസ് ക്ലാസിന്റെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു അല്ലേ ഇമ്മു? അതാണ് ഇമ്മക്കുട്ടി കണ്ണൊക്കെ എഴുതി. ഇമ്മൂന്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിലെ കോമന്റ് സെക്ഷൻ ഓഫാണ്, അത് യൂട്യൂബിനെ ഓഫ് ആക്കിയിരുന്നത്. കിഡ്സിന്റെ ആയതുകൊണ്ട് യൂട്യൂബിനെ ഓഫ് ആക്കിയിരുന്നതാണ്. കുഞ്ഞു ചോദിക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ഗെറ്റ് റെഡി വിത്ത് മീ. ഹലോ, ഇവിടെ ഇഷ്ടപ്പെട്ടോ ചോദിക്കൂ. ഗെറ്റ് റെഡി ഇഷ്ടപ്പെടും. ശരിയാണ്. അപ്പൊ ഇമ്മക്കുട്ടി ഇനിയാണ് കേട്ടോ ഇമ്മുന്റെ ഓണം സെലിബ്രേഷൻ രണ്ടെണ്ണവും ഏതൊക്കെയായിട്ട്. ഒന്ന് സ്കൂളും അതേപോലെ തന്നെ അബാക്കസ്, രണ്ടും ഇമ തന്നെയാണ് റെഡി ആയത്. ആകെ ഐലൈനർ മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. ഹെയർ സ്റ്റൈലും ചെയ്യാറായിട്ടില്ലെങ്കിൽ ഒന്നും അടുത്ത ഓണത്തില് കുഞ്ഞു പൊളിക്കൂല്ലേ ഹെയർ സ്റ്റൈൽ ഇമ്മക്കുട്ടി തന്നെ ചെയ്യും. ടീഷർട്ട് ഉണ്ടാവും മാച്ചിങ്. നമ്മൾ തൃശ്ശൂർ ഫാസ്റ്റ് ഡ്യൂന്ന് എടുത്തതാണ് കേട്ടോ. ഏട്ടൻ ഇങ്ങനത്തെ റൗണ്ടൊക്കെ ഇടാത്ത കാരണം ഞാൻ ഏട്ടൻ്റെ ബ്ലൂ ടീഷർട്ട്, ഇതിന് ബ്ലാക്ക് മേടിച്ചാൽ മതിയായിരുന്നു അല്ലേ ഏട്ടാ? അത് നമ്മള് മാച്ചിങ് അങ്ങനെ ബ്ലാക്ക് ഉണ്ട് എന്തെയിൽ വേറെ. അപ്പൊ എന്തായാലും 3 ഫാസിയോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മള് പോണ വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മേടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കുന്നേ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഇറങ്ങും. ഇവിടെ ഇപ്പൊ ക്രിസ്മസ് ഉണ്ട്, സർക്കസ് ഉണ്ട് കേട്ടോ. സർക്കസിന് പോണമെന്നുണ്ട്. പോവാട്ടോ ഏട്ടാ വന്നിട്ട് ഒഴിവുണ്ടെങ്കിൽ. ഏട്ടൻ പോണേക്കാട്ടിന് മുമ്പ് പോണമെന്നുണ്ട്. അപ്പൊ അതിന്റെ പോണ വഴിക്ക് ചിലപ്പോ ഒന്ന് കടയിൽ കയറി അച്ഛനും പറ്റിയിട്ടുള്ള ഓണക്കോടി എടുക്കണം. അമ്മയ്ക്ക് ഞാൻ ഓൾറെഡി എടുത്തു. സാരി ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഓൺലൈൻ പർച്ചേസിങ്ങിന്റെ അസുഖമുള്ള കാരണം ഞാൻ അതൊക്കെ മുന്നേ തന്നെ എടുത്തു വെക്കും. അച്ഛനുള്ളത് ഇനി നോക്കി മേടിക്കണം. ഞങ്ങൾക്ക് പിന്നെ പ്രത്യേക ഓണക്കോടി എന്നുള്ള രീതിക്ക് ഇല്ല. കാരണം
ഓൾറെഡി എത്ര ലുക്സും അതിനായിട്ട് ഒരുപാട് ഡ്രസ്സുകൾ മേടിച്ചിട്ടും കിട്ടിയിട്ടും ഒക്കെ ഉള്ളതുണ്ടല്ലോ. അതിന്ന് പറഞ്ഞാൽ തന്നെ ഓണക്കോടി എന്ന് പറഞ്ഞിട്ട് ഞാനും പുതിയ പറഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതൊരു അധികപ്പറ്റായിരിക്കും എനിക്ക് തോന്നുന്നു. ഇവിടെ പോകാനായിട്ട് ലിവൈസോ എനിക്ക് മനസ്സിലായി. നമ്മൾ ഒരിക്കൽ വരിക ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതെ, പക്ഷെ അതെവിടെ നിർത്തി തോന്നുന്നുണ്ട്. ഒരു ലിനൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ ഒക്കെ വരിക ഉണ്ടായിട്ടുണ്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ മെറ്റീരിയല്. അപ്പൊ അങ്ങനെ വരിക ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അത് ഇട്ട് കാണാനുമില്ല. ഇതിപ്പോ നല്ല തിരക്കാവട്ടോ ടൗണില്. എന്തായി എല്ലാവരുടെ ഓണം ഇതിപ്പോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തിരുവോണം കഴിഞ്ഞിട്ടാവും ഉണ്ടാവും. എല്ലാവരും അപ്പൊ ഓണം അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് പോവാല്ലേ ഓഫ് ടു പാലക്കാട്. ഞാൻ മീൻകുളം എന്തായാലും കാണിക്കും കേട്ടോ. പിന്നെ കുറെ പേര് എൻ്റെ കൈയിൻ്റെ അപ്ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഒരു ഭേദമില്ല. ഞാൻ റോസ് വാട്ടറും ഗ്ലിസറിൻ നോക്കി. ഞാൻ കുറേ ഡോക്ടേഴ്സിനെ കണ്ടു. പലരും പല കാരണങ്ങൾ പറഞ്ഞു. എന്ത് തന്നെയാണെങ്കിലും എൻ്റെ കൈക്ക് ഒരു ഭേദമില്ല. പിന്നെ എന്താ പറയുന്നത് വെച്ചാൽ തീരെ പാത്രം കഴുകരുത്, മറ്റേ ആ ഡിറ്റർജൻസ് ഒന്നും യൂസ് ചെയ്യരുത്. ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു മേക്കപ്പിന് അലർജി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് ഞാനിത് ജീവിതകാലം മുഴുവൻ കൊണ്ട് നടക്കുക എന്നുള്ളതല്ലാണ്ട് ഇത് വരെ ഓക്കെ ആട്ടോ. ഇനി ഇത് കണ്ടു, ഈ റെഡ് കളർ ഇതിന്റെ മീതെ തൊലിവും നോക്കി. ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊരു നീറ്റിലാന്ന് പറയും. പാത്രം കഴുകുമ്പോൾ ഒക്കെ അതിങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ സങ്കടം വരും. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പോമഴി ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞുതരും. ഈ കയ്യിലും ഉണ്ട്, എനിക്ക് കാലിലും ഉണ്ട്, മുഖത്ത് എനിക്ക് ഈ മൂക്കിന്റെ ഇവിടെ വരും. പക്ഷെ ഞാനതിങ്ങനെ മോയ്സ്ചറൈസർ തേച്ച് മുഖം നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ഈ മോയ്സ്ചറൈസർ തേച്ച് ശരിയാക്കി എടുക്കും. കൈയാണ് ഒരു രക്ഷയില്ല. ഇതിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളേ. തുടങ്ങിയത് ഫുള്ള് ഇങ്ങനെ പീൽ ഓഫ് ആയി പോകും. ഭയങ്കര വീട്ടില. എന്നിട്ട് ഒരു ചെറിയൊരു ആശ്വാസം, പുതിയ സ്കിൻ വരുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവും നമുക്ക്. ഇത് 1 മാസത്തോളം ഉണ്ടാവും ഇങ്ങനെ. എന്നിട്ട് ഒരാഴ്ചയോളം വലിയ കുഴപ്പമുണ്ടാവില്ല. അന്ന് നമ്മൾ ഡോക്ടറെ അടുത്ത് കാണാൻ പോയില്ലേ, കറക്റ്റ് ഡോക്ടറെ അടുത്ത് പോണ സമയത്ത് ഉണ്ടായിരുന്നില്ല ദുഷ്ട സാധനം. എന്നിട്ട് ഒരാശ്വാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആദ്യം അപ്പൊ അന്ന് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഇതിപ്പോ കയ്യിലൊന്നും ഇല്ലല്ലോ, ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, ടെൻഷൻ ഒന്നും ആവണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതേ അത് കഴിഞ്ഞപ്പോ പിന്നെയും വന്നത് ഒരുമാതിരി ഒരു മറ്റേ ടോക്സിക് ആളുകളെ പോലെ അല്ലെ. ബാക്കിയുള്ളവരുള്ളപ്പോ ഭയങ്കര നല്ല ബിഹേവിയറും അങ്ങനത്തെ ഒരു വൃത്തിയ ടാസ്ക്. അപ്പൊ നമുക്ക് പോവാടാ. ലെറ്റ്സ് ഗോ. ഇമു, ആർ യു എക്സൈറ്റഡ്? യെസ്, വെരി മച്ച് എക്സൈറ്റഡ്. ഞാൻ ഇത് വരയ്ക്കുമ്പോ it just don't feel good, so I'm just gonna look out the window. മതി അത് മതി. കണ്ണടച്ചിരുന്നോ. നമ്മള് കുതിരാൻ എത്താറായിട്ടോ. എനിക്ക് ഈ വഴി ഭയങ്കര ഇഷ്ടം. നല്ല രസമല്ലേ കാണാനായിട്ട്. കുറേ മലകളും. മഴ സമയത്തൊക്കെ നമ്മള് യാത്ര ചെയ്യുമ്പോൾ നല്ല രസാട്ടോ. കുട്ടി ഉറങ്ങി, നല്ല ക്ഷീണുണ്ടാവും. ഇന്ന് അബാക്കസ് ക്ലാസ്സിൽ ഓണം സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവിടെ നന്നായി കളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്ഷീണാണ്. അങ്ങനെ നമ്മള് കുതിരാൻ എത്തിയിട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോ ഭയങ്കര പ്രത്യേക ഫീൽ അല്ലേ. ഇപ്പൊ പിന്നെ ശീലായി. നേരിട്ട് എന്തെങ്കിലും തോന്നാറുണ്ടോ അതിൽ കൂടെ പോകുമ്പോ? ഒരു നമ്മൾക്ക് ഇങ്ങനെ പോയി ശീലമായിട്ടേ. അതുകൊണ്ട് ഇപ്പൊ നല്ല സുഖാട്ടോ. തൃശ്ശൂർ ടു പാലക്കാട് നമുക്ക് ഹാർഡ്ലി ഒരു 1.5 എത്തില്ല, അല്ല 1.25 വേണ്ടി വരുള്ളൂ. 1.25 മണിക്കൂറിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഈസിലി നമ്മൾക്ക് പാലക്കാട് എത്താം. നമ്മൾ ഏകദേശം എത്താറായിട്ടോ. ഇവിടെയൊക്കെ പാടൊക്കെ ഇവിടെയാണ് കേട്ടോ പാലക്കാട് ലുലു കാണാണ്ടോ. അയ്യോ ഇങ്ങനെ കാണാല്ലേ. പക്ഷെ പറയുന്നോണ്ട് ഒന്നും വിചാരിക്കില്ല. ഭയങ്കര അതാ ലുലു മോള് ഭയങ്കര ചെറുതാട്ടോ. അന്ന് അങ്ങനെ ചെയ്തേ. പാലക്കാട് ലുലു പോലും ഇല്ലാത്ത തൃശ്ശൂരുകാര് ലുലു ഉള്ള പാലക്കാട് ഇങ്ങനെ ഒരു ചതി പാലക്കാടിനോട് ചെയ്യണ്ടായിരുന്നു. എന്തൊരു ചെറുതാണ് നോക്ക്, ഭയങ്കര ചെറിയ. അയ്യോ സോറി ഗൈസ്, പാലക്കാടുള്ളവരാണ്, എന്നോട് ദേഷ്യം തോന്നരുത്. പക്ഷെ ലുലു മോള് എനിക്ക് തൃപ്തി വന്നില്ല കേട്ടോ. എനിക്ക് ഇതിനോട് ഇത് പാലക്കാട് ടൗണിലൊന്നുമല്ല, ഇത് തൃശ്ശൂർക്ക് പോണ വഴിക്കാ. തൃശ്ശൂർ പോണ വഴിക്ക് ഇത്രയൊക്കെ മതി. അതൊന്നുമല്ല പാലക്കാടിന്. പക്ഷെ എന്താ അങ്ങനെ ചെയ്തേവോ, ഭയങ്കര ചെറുതാട്ടോ. എന്തെങ്കിലും നിങ്ങൾക്കൊരു ലുലു കിട്ടും. ഞങ്ങക്ക് കിട്ടും. എന്താണ് ഞങ്ങക്ക് പിന്നെ കൊച്ചിയിലേക്ക് കിട്ടുമായിരിക്കും. സിറ്റി തന്നെയാണ് തൃശ്ശൂര്. നല്ല വലുതാക്കുകയും ചെയ്യും. അല്ല ഇനി സിറ്റി ആക്കും തൃശ്ശൂർ. തൃശ്ശൂർ അടിപൊളിയല്ലേ. പക്ഷെ പാലക്കാടിന്റെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറവാ തൃശ്ശൂര്. ഇങ്ങനത്തെ നമുക്ക് ടൗണിലൊന്നും എത്തും. പിന്നെ പാലക്കാട് ടൗൺ ഭയങ്കര ചെറുതാ. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. അതിന് സത്യം
ഇത് സത്യം പറയുമ്പോ എപ്പോഴും തല്ലുള്ളൂ കേട്ടോ. ടൗൺ വൈസ് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, പാലക്കാട് ടൗൺ എന്തൊരു ചെറുത്, നമുക്ക് ഭയങ്കര ഇടുക്കല്ലേ എങ്ങനെയെങ്കിലും പോണെങ്കിലും ഒക്കെ. വലിയൊരു ഗ്രൗണ്ട് നടുക്ക് കൊറേ വഴി. ടൗൺ എനിക്കിഷ്ടം തൃശ്ശൂർ തന്നെയാണ് കേട്ടോ. പ്രകൃതി ഭംഗി ഇഷ്ടം പാലക്കാട്, ചൂട് ഇഷ്ടം, ചൂട് ഭേദം തൃശ്ശൂരാ. ചൂടിപ്പോ നല്ലത് പാലക്കാടല്ലേ, നല്ല കാറ്റൊക്കെ. ഇതേതാ പുതിയ ഫ്ലാറ്റാ? എന്താ അത്? മെഡിക്കൽ കോളേജ് അല്ലേ? മെഡിക്കൽ കോളേജ് ആണോ? കുറച്ചുകൂടി നന്നാക്കി തോന്നുന്നുണ്ടല്ലേ മെഡിക്കൽ കോളേജ്. കുഴപ്പമില്ല കേട്ടോ, നല്ല നന്നായിട്ടുണ്ട്. എനിക്കടാ ബെഡ് ഉണ്ട്, അതിൽ പോയി കിടക്കാം. അയ്യോ അയ്യോ, ആരാ ജയിച്ചേ? എന്നിട്ട് ആരാ ജയിച്ചേ? എങ്ങനെയുണ്ട്? കുറച്ചും കൂടി സുഖമായില്ലേ? പൂക്കളൊക്കെ സെറ്റാണ്. നെഞ്ചിലെ ആരോ ബൈ ബൈ. അങ്ങനെ നമ്മള് പാലക്കാട് എത്തി ഗൈസ്. അതെ, ഏട്ടൻ വായിച്ചിരുന്ന ബുക്സ് ഇതൊക്കെ വായിച്ച് കഴിഞ്ഞതാണ്. ഇവിടുന്ന് കുറെയൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ, മാറ്റി വേറെ ചില സ്ഥലത്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം എന്നിട്ട് ഇമ്മ വരുമ്പോൾ നോക്കും ഇമ്മക്കുട്ടിക്ക് പറ്റിയത്. പക്ഷെ മലയാളം ഒന്നും ഇത്രയ്ക്ക് വായിക്കാൻ അറിയണില്ല, കുറച്ച് കൂട്ടി വായിക്കാനൊക്കെ അറിയുള്ളൂ. ഇംഗ്ലീഷാണ് ഇമ്മ കൂടുതലും വായിക്കുന്നത്. ഞാൻ കൊറേ നാളായില്ലേ കണ്ടിട്ട്. അങ്ങനെ നമ്മളിപ്പോ കല്യാണില് വന്നിരിക്കുകയാണ് കേട്ടോ, കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടിട്ട്. ഞാനും ഏട്ടനും കൂടി വന്നിട്ട് കുട്ടി അവിടെ തന്നെ നിന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഇവിടുന്ന് നമുക്ക് കുറച്ച് ഓണക്കോടി സമ്മാനങ്ങൾ എടുക്കാനുണ്ട്. ലിനന്റെ തുണിയാണ് കേട്ടോ, ഇതിന് മാച്ച് ആയിട്ടുള്ള പാൻസ്. നൈസല്ലേ? എന്റെ പുറകില് പൃഥ്വിരാജേട്ടാ. നമ്മളിവിടെ നിന്ന് അച്ഛനെടുക്കാനുള്ളതൊക്കെ എടുത്തു. എന്നിട്ട് നമ്മള് പൂ മാർക്കറ്റിൽ പോയി. അവിടുത്തെ പൂ മാർക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒന്ന് കാണാന്ന് വിചാരിച്ചു. ഇതൊരു ഒരു മുഴം 30. പ്രത്യേക മണാലേ, നല്ല മണം, നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാൻ അവിടുന്ന് കോയമ്പത്തൂർ മുല്ലയാണ് കേട്ടോ മേടിച്ചത്. കോയമ്പത്തൂർ മുല്ലയ്ക്ക് കുറച്ച് വില കുറവുള്ള പോലെ 70 രൂപയാണ്. ഞാൻ നാട്ടിൽ ചോദിച്ചപ്പോ തൃശ്ശൂർ കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഹാപ്പി ഓണം പറയൂ. ഹാപ്പി ഓണം. ഞാൻ പാലക്കാട് വരുമ്പോ മാത്രമാണ് കേട്ടോ ഈ നൈറ്റിന്റെ ഇതിടുമ്പോ എനിക്ക് കുറെ ഓർമ്മകൾ വരും. കാരണം ഇമ്മക്കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്ത്, അല്ല പ്രഗ്നന്റ് ആയിരുന്ന സമയം മുതൽക്കേ ഇടുന്നതാണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാനിവിടെ നിന്നിരുന്നു. ഇമ്മക്കുട്ടി ഉണ്ടായിട്ട് ഒരു 2-3 മാസം ഇവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഇട്ടിരുന്നതാണ്. അപ്പോൾ ഫീഡിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ സൈഡ് ഞാൻ അടിച്ചു. ഇത് ഫുള്ളി ഓപ്പൺ ആക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഈ സൈഡ് അടിച്ച് അങ്ങനെ ആക്കി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സുഖമാണ് ഇടാനായിട്ട്. പിന്നെ നൊസ്റ്റു എത്ര വർഷം മുമ്പ്, 8 വർഷം മുമ്പ് ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുക ഈ റൂം. അപ്പോൾ അതുകൊണ്ട് അച്ഛനമ്മയ്ക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ യോഗ ചെയ്യാൻ പറ്റും. നല്ല വെളിച്ചമുണ്ട് കേട്ടോ. ശരിക്കും അടിപൊളി ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ട്രൈപോഡ് എടുത്തില്ല, എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നാളെ റെഡി ആവണം. ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, സാരി അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. ഉള്ളത് വെച്ചിട്ട് ഒരു ചുരിദാർ എടുത്തിട്ടുണ്ട്, അത് മതിയല്ലോ. കുറേ ലുക്സ് നമ്മൾ കാണിച്ചിട്ടുള്ളതല്ല. അപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് ഇടുമ്പോൾ സിമ്പിൾ വീട്ടിൽ നമുക്ക് ഇട്ട് നിൽക്കാവുന്ന രീതിയിലുള്ളത് എന്തെങ്കിലും ആവാന്ന് വിചാരിച്ചു. പപ്പടം അച്ഛനെടുക്കണം. ഇത് നല്ല പപ്പടാ, ആർക്കും എടുക്കാം. നോക്കിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഒരെണ്ണം കൂടി കാച്ചി തരാം. എടുക്കാം. എന്താ ചെയ്യേണ്ടത് അറിയോ കുഞ്ഞു? ഇതുകൊണ്ട് മെല്ലെ കൈ
കൈ തട്ടാൻ പാടില്ല. കയ്യ എണ്ണയിൽ തട്ടാൻ പാടില്ല. എങ്ങനെ വിട്ടു നോക്കണം. അപ്പൊ നമുക്ക് 2 പപ്പടം ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കണം. ഇത് കഴിഞ്ഞിട്ട് ആവാച്ചിട്ടാ അതിൽ പപ്പേരി ഉണ്ട്. വെള്ളം വേണോ അച്ഛന്? നമ്മള് ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് വിരിക്കാനായിട്ട്. പക്ഷെ ഞാൻ ഏട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഷീറ്റ് വിരിക്കാൻ. ഷീറ്റ് വിരിക്കൽ എക്സ്പേർട്ട്. അപ്പൊ നമുക്കിനി നാളെ കാണാം. നാളെ ഓണം വന്നല്ലോ. ഓണപ്പാട്ടിൽ താളം തള്ളം തുമ്പപ്പൂവേ നിന്നെ തഴുകാളെ കുറുക്കാച്ചിൽ കുഞ്ഞിക്കൈകൾ ഓണവില്ലയിലോ ഞാലാടും വന്നാത്തിക്കിലേ നിന്നെ പുലികാനായി കൊതിയോറും മാറിപ്പാടും മാറിക്കാലം മാറിക്കാടും ഓണപ്പാട്ടിൽ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുറുക്കാച്ചിൽ കുഞ്ഞിക്കൈകൾ ഓണവില്ലയിലോ ഞാലാടും വന്നാത്തിക്കിലേ പുലികാനായി കൊതിയൂറും മാടിക്കാനം പൂവിലിയെ വരവേൽക്കും ചിങ്ങഞ്ഞാവി തിരുവോണമേ വരുകില്ലേ. നോക്കട്ടെ ഞാൻ വാക്സ് ചെയ്യണോ? നോക്കട്ടെ. വാക്സ് ചെയ്തോളൂ. ഓ സ്പെഷ്യലിസ്റ്റ് വന്നു. നീ ഷീറ്റ് വിരിക്കുക. പെരിമീറ്റർ ലോക്ക്. ഏട്ടനെ പോലെ. അതെയോ? സാരമില്ല, എനിക്ക് വേണമെന്നില്ല. നല്ല അടിപൊളിയായിട്ട് വിരിച്ചിട്ടുണ്ട്. അത് 2 മിനിറ്റിൽ ഏട്ടൻ ഇങ്ങനെ അടിപൊളിയായിട്ട് വിരിക്കട്ടോ. ഒരു പ്രത്യേക തരം കഴിവാണ്. ഓ അതുണ്ട്. ഞാൻ വിരിച്ചപ്പോ കറപറാന്നൊക്കെ ഉണ്ടായാണ്. ഓ വന്നു സ്പെഷ്യലിസ്റ്റ്. അതെ. അപ്പൊ നമുക്ക് ഓണത്തിന് കാണാം. നാളെ തിരുവോണം. തിരുവാമണിരാവ്. നാളെ തിരുവാതിരയാണോ? എനിക്കറിയാം. നാളെ ഇനി ഏട്ടൻ പോസ്റ്റ് ഇപ്പൊ കുറച്ച് നാളല്ലേ ഫേസ്ബുക്ക് തുറന്നിട്ടുള്ളൂ. ഇപ്പൊ ഈ അടുത്ത് ആള് ഫേസ്ബുക്ക് തുറക്കും. ഒരാഴ്ച ഉണ്ടാവും. അത് കഴിഞ്ഞാൽ 3 മാസം അടയ്ക്കില്ലേ? 3 മാസം 4-5 മാസം അടയ്ക്കും. ഇപ്പൊ നാളെ ഇനി കൊന്നപ്പൂവിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ ഇടുവോ? എന്താണ് ഹാപ്പി ഗുരുനാനക് ജയന്തി. അത് പ്രത്യേക ഒരു തരം സന്തോഷമാണ്. എപ്പോഴും ഒരു ബന്ധമില്ലാത്ത വിശ്വാസം. ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും അങ്ങനെയല്ലേ? അനൂപല്ലേ? പുള്ളി എന്താ ഹാപ്പി ബർത്ത്ഡേ ഓണത്തിന്റെ അങ്ങനെയൊക്കെ ഇടും. വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇടും. സില്ലി ബോയ്സിലെ silly. You don't even know what's going to happen tomorrow. I'm gonna hit you with flowers. ഒരു പ്രത്യേക ആക്സെന്റ് ആണ്. നാളെ കാണാം. തിരുവോണം പാട്ടിന്റെ കാണാം. എന്റെ തിരുവാതിര കളി ഉണ്ട് നാളെ. ഇവിടെ നമുക്ക് വീണ്ടും ഓപ്പോസിറ്റ് അമ്പലമായി. 2ന്റെ ഇടയിൽ റോഡ് ഉണ്ടല്ലോ, അവിടെ നടുക്ക്. Bye guys, good night.